നമസ്കാരം, ഷെബീസ് കിച്ചണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ചെറുപയർ കൊണ്ടുള്ള ഇൻസ്റ്റന്റ് ദോശ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായി. അപ്പൊ അത് മസാല ദോശയാണ് ചെയ്തത്. അപ്പൊ അതിനുള്ളിൽ വെക്കുന്ന മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം എന്നുള്ളതാണ്. ഞാൻ അതിന്റെ കൂടെ സെർവ് ചെയ്തത് ഉള്ളി ചമ്മന്തിയും അതുപോലെ തന്നെ തേങ്ങ ചമ്മന്തിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണം. വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. മസാല ദോശയ്ക്കുള്ള മസാലയൊക്കെ കുറെ പേർക്ക് അറിയുന്നുണ്ടാവും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. നമ്മൾ ദോശ ചൂടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് മസാല. അപ്പൊ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമന്റ്സ് എന്ത് തന്നെയാലും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. ഇതുവരെ ഷെബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കുന്നതെന്ന്. മസാല ദോശയ്ക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. പിന്നെ സവോള വേണം, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിനകത്തേക്ക് ഒരല്പം ഉഴുന്ന് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടലപ്പരിപ്പും ചേർക്കുന്നുണ്ട്. കടുക് വേണം, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ അവസാനം ഒരല്പം ലൈം ജ്യൂസ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണയും വേണം. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കുന്നത് നോക്കാം. ഇപ്പൊ ഞാന് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ പോവാണ്. ഞാന് മുഴുവനോടെ അല്ല വേവിക്കുന്നത്, ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള പീസസ് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങാണ്. ഒരു ചെറിയ സൈസ് 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. വലുപ്പമുള്ളതാണെങ്കിൽ 3 എടുത്താലും മതി. കുക്കറിലാണ് വേവിക്കുന്നത്. 2 വിസിൽ അടിക്കുമ്പോഴേക്കും എന്റെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നത് അതുപോലെ തന്നെ വേവിക്കാൻ. ചിലരെ തൊലിയോട് കൂടി പുഴുങ്ങി എടുത്തിട്ട് വേവിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇടുന്നുണ്ട്. ഉപ്പുകൂടി ഇട്ടിട്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നത്. അത് കുക്കറിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ വേവിക്കുന്നത്. നിങ്ങൾ പാത്രത്തിൽ വേവിക്കുമ്പോൾ അങ്ങനെ ഉപ്പിട്ട് വേവിക്കണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ വേവാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പൊ ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം തിരിച്ചു വരാം. ഇപ്പൊ ഉരുളക്കിഴങ്ങ് വെന്തിട്ടിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇതിനകത്തുനിന്ന് ഒരല്പം വെള്ളം നമുക്ക് വേണം മസാല ഉണ്ടാക്കുമ്പോൾ. ബാക്കിയുള്ള വെള്ളം നമുക്ക് അന്നേരം കളയാം. ഇപ്പൊ ഇത് മാറ്റി വെക്കാൻ നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പൊ ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് മസാല. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ ഈ എണ്ണ ചൂടായിരിക്കെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടുക് കുറെ ഇടണ്ട, ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇപ്പൊ കടുകൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉഴുന്നിടുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 ചെറിയ സവോള സ്ലൈസ് ആക്കിയിട്ട് ഇടാണ്. വലിയ സവോള ആണെങ്കിൽ 2 എടുത്താൽ മതി. ഞാൻ തീരെ ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉപ്പിടാതെ വേവിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല. ഉപ്പിട്ട് വേവിച്ചവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കണം. സവോള വല്ലാതെ ബ്രൗൺ നിറമൊന്നും ആവണ്ട. ഇതൊരു അല്പം വഴണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർക്കാണ്. ഞാൻ നെടുകെ കീറിയിട്ടാണ് ഇടുന്നത്. ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഒരു 6 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കണം പച്ചമുളകൊക്കെ. ഇനി എല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അന്നേരം 1-2 പച്ചമുളക് കീറിയിട്ടാലും മതി. ആദ്യം തന്നെ എല്ലാം കൂടി ഇടണമെന്നില്ല. 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചെടുത്തതാണ്, അതും ചേർക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അല്ലാതെ സവോള വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട. ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പൊ അതിനുശേഷം തിരിച്ചു വരാം. ഇപ്പൊ ഈ സവോള നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും മതി, വല്ലാതെ ബ്രൗൺ നിറം ആക്കരുത്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/8 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാക്സിമം, അത്രയൊക്കെ മതി. അത് നന്നായിട്ട് ഇതിനകത്തോട്ട് മിക്സ് ആക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ഇടാം. വെള്ളം ഇല്ലാതെയാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടുന്നത്. പിന്നെ വേണമെങ്കിൽ ഇത് വേവിച്ച വെള്ളം കുറച്ച് ഞാൻ ചേർക്കും. ഇനി ഇത് നന്നായിട്ട് ഇതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്യാം.
ഇത് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ മസാലയില് അങ്ങനെ പൊട്ടാറ്റോന്റെ പീസസ് കാണണമെന്നില്ല. അപ്പൊ നന്നായിട്ട് മാഷ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇതിലേക്ക് ഞാൻ വേവിച്ചെന്ന് ഒരു അല്പം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം, ഉപ്പുണ്ടോന്നോ മുളകുണ്ടോന്നോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, മുളക് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് കൂടെ കീറിട്ട് കൊടുക്കാം. ഇതിപ്പോ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം, ഒന്ന് ആവി കയറി ഒന്ന് ചൂടാവാനാണ്, അത്രയും വേണ്ടുള്ളൂ. അപ്പൊ ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ്, ഒരു ചെറിയ പുളിരസം മസാലയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ്. കൂടുതലൊന്നും ചേർക്കരുത്, 1 ടീസ്പൂൺ അത്രയും മതി. അതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കാം. ഇപ്പൊ മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ ഇതിന്റെ കൂടെ സെർവ് ചെയ്യുന്നത് ചെറുപയർ ദോശ, ഇൻസ്റ്റന്റ് ദോശയാണ്. അത് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായി, അത് കാണാത്തവര് കാണാം. ഇതിന്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇതുവരെ ഷെബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത റെസിപ്പി കാണുന്നവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.